ചിത്തര വിമൻസ് അക്കാദമി, SMB ജംഗ്ഷൻ, ഷൊർണൂർ, ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, പട്ടാമ്പി. ചരിത്രത്തിൽ ഇന്ന് ജൂലൈ 27. ഇന്ത്യയുടെ മിസൈൽ മനുഷ്യൻ വിട പറഞ്ഞിട്ട് 10 വർഷം. പകരം വെക്കാനില്ലാത്ത അഗ്നിച്ചിറകിലൂടെ പകർന്ന കരുത്തിന് 1000 ഓർമ്മപ്പൂക്കൾ. ഉണർന്നിരുന്ന സ്വപ്നം കാണാനും ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനും പഠിപ്പിച്ച അഗ്നിച്ചിറകുള്ള മഹാപ്രതിഭ ഇന്ത്യയുടെ പ്രിയ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം ഓർമ്മയായിട്ട് 10 വർഷം. വിദ്യാർത്ഥികൾ ഏറെ ഇഷ്ടപ്പെട്ട കലാം, യുവതയിൽ രാജ്യത്തിന്റെ ഭാവി കണ്ട കലാം. കുഞ്ഞുകുട്ടികൾക്കടക്കം സുപരിചിതനായ രാഷ്ട്രപതി മറ്റൊന്നുണ്ടായിട്ടില്ല. ആഡംബരങ്ങളും ആർഭാടങ്ങളുമുള്ള കലാമിനെ രാജ്യം കണ്ടിട്ടുണ്ടാവില്ല. ലളിത ജീവിതവും സമാധാനപരമായ ഇടപെടലുകളും കലാമിനെ സാധാരണക്കാരിലേക്ക് അടുപ്പിച്ചു. വിദ്യാർത്ഥികളിൽ അദ്ദേഹം ഉണ്ടാക്കിയ ശുഭാപ്തി വിശ്വാസം ചെറുതല്ല. പിൻബെഞ്ചിലിരിക്കുന്നവനും ശ്രദ്ധിക്കപ്പെടേണ്ടവനാണെന്നായിരുന്നു വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം നൽകിയ ഉപദേശം. വിജയകഥകളെക്കാൾ പരാജയ കഥകൾ കേട്ടുകൊണ്ട് വിജയത്തിന്റെ പടികൾ കയറാനാണ് അദ്ദേഹം വിദ്യാർത്ഥികളെ പഠിപ്പിച്ചത്. പ്രശസ്തരായ മിസൈൽ സാങ്കേതിക വിദഗ്ധനും എഞ്ചിനീയറുമായിരുന്നു കലാം. തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ജനിച്ച കലാം ബഹിരാകാശ എഞ്ചിനീയറിംഗ് പഠനത്തിന് ശേഷം പ്രതിരോധ ഗവേഷണ വികസന കേന്ദ്രം, ബഹിരാകാശ ഗവേഷണ കേന്ദ്രം തുടങ്ങിയ ഗവേഷണ സ്ഥാപനങ്ങളിൽ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിന്റെയും ബാലിസ്റ്റിക് മിസൈലിന്റെയും വികസനത്തിനും ഏകോപനത്തിനും മറ്റും അബ്ദുൽ കലാം വിലപ്പെട്ട സംഭാവനകൾ നൽകിയിട്ടുണ്ട്. മിസൈൽ സാങ്കേതിക വിദ്യയിൽ അദ്ദേഹത്തിന്റെ സംഭാവനകൾ കണക്കിലെടുത്ത് ഇന്ത്യയുടെ മിസൈൽ മനുഷ്യൻ എന്ന് കലാമിനെ വിശേഷിപ്പിക്കാറുണ്ട്. പൊക്രാൻ ആണവായുധ പരീക്ഷണത്തിന് പിന്നിൽ സാങ്കേതികമായും ഭരണപരമായും കലാം സുപ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയാണ് കലാം. ജനങ്ങളുടെ രാഷ്ട്രപതിയായി മാറാൻ കലാമിന്റെ ജനകീയ നയങ്ങൾ കൊണ്ട് സാധിച്ചു. 2015 ജൂലൈ 27 84-ാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. ഷില്ലോങ്ങിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ പ്രസംഗിക്കുന്നതിനിടെയുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു കലാം. ഉടനെ അടുത്തുള്ള ബദനി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഓർമ്മയുടെ 10 വർഷങ്ങൾ കടന്നുപോയെങ്കിലും കലാമിനെ പോലെ ജനങ്ങളുടെ രാഷ്ട്രപതിയാവാൻ മാറി മാറി വന്ന രാഷ്ട്രപതിമാർക്കൊന്നും കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. ഇന്ത്യയുടെ മിസൈൽമാന് 1000 ഓർമ്മപ്പൂക്കൾ. നിമ്യ ചന്ദ്രൻ, ACV ന്യൂസ്, ഒറ്റപ്പാലം.